നമസ്കാരം. സൊഫൈൻ കന്നൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഭയങ്കര പ്രത്യേകതയൊക്കെ ഉണ്ട്. നമ്മുടെ പിയൂസ് ബോയ് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. തിരിച്ചു വന്നിട്ട് നമ്മളിവിടെ കുറച്ച് ദിവസം സഹായിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ 2 ഡോഗിനെ നമ്മൾ ഫ്രീ അഡോപ്ഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. സാധാരണ എല്ലാവരും ഫ്രീ അഡോപ്ഷൻ ചെയ്യുന്നത് വയസ്സായ ഡോഗ്സിനൊക്കെയല്ലേ. ഇത് നമ്മൾ വയസ്സായതല്ല കേട്ടോ. ഒരു ബീഗിള് 9 മാസം പ്രായം ഉള്ള ഒരു ബീഗിള്, പിന്നെ 1.5 വയസ്സുള്ള ഒരു ഡാഷ് മെയില്, അടിപൊളി നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവരെ 2 പേരെയും നമ്മൾ ഫ്രീ അഡോപ്ഷൻ ചെയ്യുന്നുണ്ട്. വീഡിയോ തുടർന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുന്നതെന്ന് അറിയാം. പിന്നെ നമ്മുടെ കയ്യിൽ ഹസ്കി, ഷിറ്റ്സു, ഡോബർമാൻ പപ്പീസ് ഉണ്ട്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ നമ്മുടെ വീഡിയോ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കെന്താ എല്ലാവരും ഫുഡ് അടി കഴിഞ്ഞ് കിടക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ പിടിക്കുന്ന കണ്ടപ്പോൾ അവർ എനിറ്റു. അല്ല ഡുർണി കട്ടപ്പ ബോർഡിങ്ങോ. ആ ലാറേനെ പുറത്ത് വിട്ടേക്കാട്ടാ. ലാറയുടെ കൂട്ടിലേ നമ്മൾ ലാറേനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. ചെറിയ മാറ്റൊക്കെ ഇട്ടുണ്ട് കണ്ട. മാറ്റ് റബ്ബറിൻ്റെ മാറ്റണം. 2 മാറ്റ് മേടിച്ചിട്ടുണ്ട്. 2 മാറ്റ്. അപ്പോൾ ഓരോ ദിവസം ഓരോന്ന് ഇമ്രാൻ. എന്താ നീ വിള ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടാ അധീരൻ. ഇത് ബീഗിള് 9 മാസം എത്തിയിട്ടുള്ള കേട്ടോ. മെയിലാണ്. ബെൽറ്റ് കണ്ടത് വേറെ വീട്ടിലേക്കാണ്. നമ്മുടെ ഈ വീഡിയോയിൽ ഫ്രീ അഡോപ്ഷൻ കൊടുക്കാനുള്ള പരിപാടിയാണ്. ചെറിയ പൈസയ്ക്ക് ഫ്രീ അഡോപ്ഷൻ എന്ന് പറഞ്ഞാൽ 3000 രൂപയ്ക്ക് ബീഗിൾ മെയിൽ 8 മാസം പ്രായമുള്ളത്. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേറെ കാണിക്കൂട്ടെ. നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും. ജാക്കാൻ തരാ. ഇത് നമ്മുടെ ഇവിടെ പോയിട്ടില്ല കേട്ടാ. ആൾക്കാർ വരുന്നുണ്ട്, കാണുന്നുണ്ട്. ഇവരൊക്കെ ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഗോൾഡൻ ക്ലീ അവള് കുറയ്ക്കുന്നുണ്ട്. അവിടെയും ക്രോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ചെറിയ ഇതിട്ടാണത്. ടുട്ടുവാ റാമ്പോ. എല്ലാവരും ഫുഡ് അടിച്ച് ക്ഷീണമായിട്ട് കിടക്കുന്നു. ഇത് നമ്മളിവിടെ ബോർഡിങ് വന്നിട്ടുള്ള നമ്മൾ കൊടുത്തിട്ടുള്ള തന്നെ കേട്ടോ. ഹസ്കി ബ്ലൂ ഐസ്. നമ്മുടെ വൈറ്റ്. ഇതാ റിൻഡോയല്ല, റിൻഡോൻ്റെ റാംബോൻ്റെ മോനത്. ഡ്യൂഡ് ഇതാണ് റിൻഡോ. നമ്മളെ ഈ ഹസ്കിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്രോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇമ്പോർട്ടിനെയും അതിൻ്റെ കുട്ടീനെയൊക്കെ ഒരുമിച്ചിട്ടേക്കണം കേട്ടോ. കുട്ടി വേണ്ട കുഞ്ഞ്. ഇതാ നോക്കിയാ വലുത്. ഇവനെ വേണമെങ്കിൽ കൊടുക്കും. വില കിട്ടിയ ഒരു 65 എന്നുള്ളത് ഒരു 70 വരെ പറയാം. അതിനുള്ള സാധനം ഉണ്ട്. ഉണ്ടാ കയ്യ കാലെല്ലാം നോക്കിയോട്ടെ. ഒരു കംപ്ലൈൻ്റ് ഇല്ല. നമ്മുടെ വൈറ്റ് മെയിൽ ഹസ്കിട്ടാ. മെയില് അവിടെ നമ്മുടെ ലാറ, ജർമ്മൻ ലാറ. ഇനി നമുക്ക് നേരെ അക്കിറ്റാനെ എടുക്കാം. അക്കിറ്റാനെ പുറത്ത് കെട്ടിയേക്കാം. അവിടെ വേറെ ആളുണ്ട്. അതാണ് നമ്മുടെ ഷിറ്റ്സുകൾ. പിന്നെ അവിടെ ഡോബർമാൻ്റെ കുട്ടിയുണ്ട്. ഇത് നമ്മുടെ 2 ഷിറ്റ്സും മെയിലിട്ടാ. നമ്മൾ ഗോവയ്ക്ക് പോയാലും വീട്ടിലുള്ളതാണ്. വീട്ടിൽ നിന്ന് എടുത്ത് തോന്നുന്നു. ഇത് കാൻഡി, ഇത് ബഡ്ഡി. 2 പേരുണ്ട്. ബഡ്ഡിയുടെ രോമം കുറച്ച് വെട്ടിയിട്ട്. അപ്പുറത്ത് ഡോബർമാൻ നോക്കാം. ഉണ്ടാ ഡോബർമാൻ്റെ കുട്ടികൾ ഒരെണ്ണം കൂടിയുണ്ട്. ബ്രൗൺ, ഒരു ബ്രൗൺ ഉണ്ടോ. ചെറിയ കുട്ടികളാണ് കേട്ടോ.
ഇതിലൊക്കെ നമ്മൾ റബ്ബറിൻ്റെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് വെറുതെ ബ്രഷ് ചെയ്യാൻ വേണ്ടി വരെ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മറ്റേ വെൽത്ത് ബോക്സ്. ഇതിലൊക്കെ റബ്ബറിൻ്റെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൽ റബ്ബറിൻ്റെ ഷീറ്റ് ഇടാൻ കാരണം 2 ഹസ്കിയുടെ കുട്ടികൾ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വോളിക്കോട്ട്. അവരുടെ കാല് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇട്ടിട്ട് കാല് വൈഡായിന്ന് പറയണത് ടൈലിട്ടിട്ടാണ് അതിൻ്റെ ബ്രീഡർ പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് റബ്ബറിൻ്റെ മാറ്റുകൾ മേടിച്ചത് ഇവിടെ പുറത്ത് വരെ ഇട്ടുണ്ട്. റബ്ബറിൻ്റെ മാറ്റ് കുട്ടീനെ കാണിച്ചു തരാം. ആ കുട്ടികൾ കൂടി എൻ്റെ വീഡിയോയിലുണ്ട് കേട്ടോ. കാണിച്ചോളാം ഞാൻ. റബ്ബറിൻ്റെ മാറ്റ് ഒരു സൈഡ് ഇങ്ങനെ പൊഴി, ഒരു സൈഡ് മറ്റത്. ഏത് സൈഡ് വേണമെങ്കിൽ നമുക്ക് ഇടാം. അക്കറ്റ് എവിടെയുണ്ട്. ലാറേനെ ബ്രീഡ് ചെയ്ത കാരണം കൊണ്ടാണ് ആ സാധനം കിട്ടണത്. പ്രാവശ്യമെങ്കിലും വല്ല നടുക്കോ അറിയില്ല, ഭാഗ്യം പോലെ ഇരിക്കും. ഇത് പറയാൻ 3 ഡാഷ് ഇട്ടാ. 3 ഡാഷിൽ ഇത് ബോർഡിങ് ആണ്, ഇത് ബോർഡിങ് ആണ്. ഇതൊരാൾ ബോർഡിങ് തന്നിട്ട് അവർക്ക് സ്ഥലത്തില്ലാത്താണ്ട് കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്ക് ഇറക്കിയിട്ട് നമുക്ക് ഫ്രീ അഡോപ്ഷൻ ചെയ്യാനുള്ളതാണ്. ഞാൻ കാണിക്കുന്നുണ്ടാവും ഈ വീഡിയോയിൽ. ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പോയി കാണാം. 2 ഫ്രീ അഡോപ്ഷൻ ഉണ്ട് ഈ വീഡിയോയിൽ. പിയൂസ് പൈൻ്റ് ഇട്ട് അവിടെ. പിന്നെ അതെ ബീഗിൾ ഫീമെയിൽ 4 മന്ത് ഉള്ളത് കൊടുക്കാണ്ട് കേട്ടോ. 4 മാസം പ്രായം ഫീമെയിൽ വിത്ത് സർട്ടിഫിക്കറ്റ്. ശരി ഓക്കെ. 15 രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ. ഫീമെയിൽ ആർക്കെങ്കിലും ബ്രീഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് സർട്ടിഫിക്കറ്റ് 15 രൂപ. അപ്പോൾ വാ ലാറ വാ, കം കം. നോ ലാറ, വാ മതി. ഇനിയുള്ള കൂട്ടിയായിട്ടാ. ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കയറിക്കണ്ട. കുഴപ്പമൊന്നുമില്ല, മേലഴുക്കൊന്നുമില്ല. ഡെയിലി റബ്ബറിൻ്റെ ഷീറ്റ് ആയതുകൊണ്ട് മാറ്റുന്നതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. വാ വാ. റബ്ബറിൻ്റെ ഷീറ്റ് ടയറിനോണ്ട് കുഴപ്പമില്ല. കണ്ടാ ഇത് കണ്ട ഈ സാധനം ഇങ്ങനെ തുറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കണ്ട. അങ്ങനെ നമ്മൾ മുകളിലേക്ക് പോവാം. മുകളിലേക്ക് പോകണതിന് മുമ്പ് ഇവിടെ ഹസ്കിയുടെ ഫീമെയിൽ പപ്പീസെറ്റാ. ഒരു സിൽവർ 3 ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഒക്കെ ഫീമെയിലാട്ടാ. മെയിലൊക്കെ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ. നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിലൊക്കെ അടിപൊളിയായിട്ട് പുറത്തേക്ക് ഇറക്കി കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഇതായില്ല. 2 ഷിറ്റ്സും പപ്പിയുണ്ട് കേട്ടോ. സൂപ്പർ ഷിറ്റ്സു 2 പപ്പിയുണ്ട്. പഗ് ഫീമെയിൽ കേട്ടോ. റോട്ട് ബീഗിള്, നമ്മുടെ ബീഗിള് പ്രസവിച്ചിട്ടുണ്ട്. കുട്ടികളതിലുണ്ട്. ഇവളുടെ കുട്ടികൾ അടിയിൽ വന്നിട്ടേക്കാണ്. ഗോൾഡൻ ഹസ്കികൾ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ട് ആൾക്കാരുണ്ട്. അവിടേക്ക് ഉണ്ട് ഫുള്ള്. നമ്മുടെ പഞ്ചു ഉണ്ടാ. പഞ്ചുവിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രസവിക്കാൻ കുറച്ച് ദിവസം. ഫ്രഞ്ച് ബുൾഡോഗ് മെയില് സാധനം കാണിച്ചു തരാം. പിയൂസ് ബൈക്ക് ഇതേ കൂണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൂണ്, ഇത് കൂണ്. പിയൂസ് ബൈ കൂണ് കുറേ പൊട്ടിച്ചിട്ടുണ്ട്. നമ്മളവിടെ ഇന്ന് പുലർച്ചയ്ക്ക് ഉണ്ടായിട്ടുള്ള കറി വയ്ക്കുക. വേറെ ഫ്രീസറിലും കയറ്റി വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ. ഉണ്ടാ ഫ്രീസറിലൊരു ചെപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ചിക്കൻ ഉണ്ടാ. കാണിച്ചു തരാം. പാക്കറ്റ് ചിക്കൻ എന്നിട്ടാണ് നമ്മൾ കൊടുക്കണം. കണ്ടാ പാക്കറ്റുകൾ കണ്ട. ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസറിൽ നിന്ന് എടുക്കും. ചിക്കനാണ് കൊടുക്കുന്നത്.
കുട്ടികൾക്ക് ഇതേ മാക്സി സ്റ്റാർട്ടർ കേട്ടോ. പിന്നെ ഷിറ്റ്സുന മിനി സ്റ്റാർട്ടർ. ഇതിപ്പോൾ റൂൾസിൻ്റെ കനൈൻ ക്രീക്ക് കൊടുക്കുന്നുണ്ട്, പെഡിഗിരി കൊടുക്കുന്നുണ്ട്. പെഡിഗിരി അതൊക്കെ വലിയവർക്ക്. പിന്നെ ഇതിൽ മിനി സ്റ്റാർട്ടർ ഉണ്ട്. പിന്നെ ഈ സാധനം കൊടുക്കുന്നുണ്ട്, സാമോലാക്ക് കൊടുക്കുന്നുണ്ട്, ഫസ്റ്റ് സ്റ്റേജ് മിൽക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ കാൽസ്യം, വിറ്റാമിൻ. നമ്മുടെ ബീഗിൾ മെയിൽ രണ്ടെണ്ണം അവിടെ ഉണ്ട്. നമ്മുടെ പിയൂസ് ഭായ് വന്നിട്ടാ. പിയൂസ് ഭായ് ആണ് ഇന്നത്തെ ക്യാമറമാൻ. പിയൂസ് ഭായിനെ വിളി. വാ പിയൂസ് ഭായ്, ഇറാവോ. നമ്മുടെ പിയൂസ് ഭായ് അടിപൊളി ചുള്ളമണിയായിട്ട് വന്നിട്ടാ. നമ്മളവിടെ ഒരു 5-6 കൊല്ലം പണിയെടുത്തിട്ടുള്ള ആളുണ്ട്. അത് കഴിഞ്ഞിട്ട് ആള് നാട്ടിൽ പോയിട്ട് ഇപ്പോ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഇലക്ട്രിക്കിന്റെ ഓട്ടോറിക്ഷ മേടിച്ചിട്ടുണ്ട്. बोले भाई मैं इधर से जाने का टाइम 3 साल काम करने का। ऐसा बोला नहीं भाई, सावधान से बोलो. अब पहले ആള് ഇവിടെ പണ്ട് വീഡിയോ ചെയ്യുമ്പോ ഭയങ്കര അടിപൊളിയൊക്കെ ആയിരുന്നു കേട്ടാ. ഐസ फोन करो. कैसा? ऐसा बोलो. पहले हम इधर में कैसा है ऐसा बोलो. ये आप इंटरव्यू करना ऐसा नहीं चाहिए. तो इसको कटिंग कर. कटिंग नहीं भाई, क्यों कटिंग? पूरा आदमी आपको मालूम, मुझको मालूम. क्या प्रॉब्लम? मैं पहले इधर काम करेगा. ഞാൻ പറഞ്ഞുതരാം. ആള് ഇവിടെ കുറെ കാലം പണിയെടുത്തിട്ടുള്ളതാണ് കേട്ടാ. അപ്പോ അത് കഴിഞ്ഞിട്ട് ആള് നാട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളെ സഹായിക്കാൻ വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാര് വരല് റേഷൻ കാർഡില് തമ്പ് വയ്ക്കാൻ വേണ്ടി അവരുടെ നാട്ടിലെ ഒറീസയ്ക്ക് പോയിക്കാണ്. അപ്പൊ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുള്ളതാണ് പിയൂസ് ഭായ്. അല്ലെ പിയൂസ് ഭായ്? മലയാളം ചെറുതായിട്ട് പറഞ്ഞാൽ മനസ്സിലാവും, കുറച്ച് പിയൂസ് ഭായ്. അപ്പൊ പിയൂസ് ഭായ് അടിപൊളിയാണ്. അപ്പൊ പിയൂസ് ഭായ് ഇവിടെ കുറെ നാൾ പണിയെടുത്ത് ഇപ്പൊ 2ാമത്തെ വട്ടാണ് വരുന്നത് നമ്മളെ സഹായിക്കും. ഇതിന് മുമ്പ് ഇവര് നാട്ടിൽ പോയിപ്പോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നാട്ടിൽ പോകുമ്പോ നമ്മളൊരു സ്പെയർ ആയിട്ട് വെച്ചേക്കാണ് ആളേട്ടാ. അപ്പൊ ആൾക്ക് നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാം കൈസേ? ഇതൊക്കെ കാം സൂപ്പർ. സൂപ്പർ. ആള് ഇക്കരെ നിന്ന് അക്കരെ വച്ചാന്ന് പറയുന്ന പോലെ കഥയാണ്. ആള് ഇവിടുന്ന് ഓട്ടോറിക്ഷക്കാരൊക്കെ ഇവിടെ വരണ കണ്ടിട്ട് ഓട്ടോറിക്ഷ മേടിക്കാനുള്ള ആഗ്രഹം മൂത്തിട്ട് ഇവിടുന്ന് നിർത്തിയിട്ട് ഓട്ടോറിക്ഷയൊക്കെ മേടിച്ചു. ഓട്ടോറിക്ഷ മേടിച്ചു കഴിഞ്ഞിട്ട് ഇലക്ട്രിക്കിന്റെ ഓട്ടോറിക്ഷ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ അവിടെ കിട്ടുന്ന പൈസ ഒന്നും അവിടെ കിട്ടുന്നുണ്ടാവില്ല. ഇതൊക്കെ പൈസ ഉദർമ മിലേക കിട്ടുന്നുണ്ടെന്ന് പറയുന്നത്. പക്ഷെ ഇവിടുന്ന് ഇടക്കിടയ്ക്ക് പൈസ വിളിച്ച് ചോദിക്കുന്ന ആള്. इधर में पैसा 4 साल बनाएगा, उसमें उधर में काम करा था 4 साल करेगा तो पैसा मिलेगा. इलेक्ट्रिक का गाड़ी का काम थोड़ा प्रॉब्लम है. पैसा भी आएगा, पैसा भी जाएगा. गाड़ी खराब हुआ, ടയർ खराब हुआ. ഇവിടെ പണിയെടുക്കുമ്പോ കാശൊക്കെ സേവിങ്, അവിടെ പണിയെടുക്കുമ്പോ കാശ് സേവിങ്ങില്ല. കാശ് കിട്ടുന്നുണ്ട് ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് ഒക്കെ പോവാന്ന്. അബി ഹാത്തുമേ കുച്ച് ബി നെയ്. ഇപ്പൊ പൈസ ഒരു കുന്ന് പൈസ അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് ആള് ഇങ്ങോട്ട് വന്നേട്ടാ. അപ്പൊ ഇത് പപ്പക്കായ. ആള് ഇവിടെ പപ്പക്കായ എന്തൊക്കെ നട്ടിട്ടുണ്ട് അത് കാണിച്ചു തരണം അല്ല? പപ്പക്കായ लॉन्डन का वीडियो मैंने देखा. पपाया उसको ऑपरेशन करके इतना बड़ा गाछ होता है, बहुत लंबा लंबा हाइट, कैसे पकड़ेगा? इसलिए उसको ऑपरेशन करके नीचे इतना हाइट में फॉल होता है. ബഡ് ചെയ്തിട്ട് ആള് ചെറിയ സാധനം ഉണ്ടാക്കിണ്ടെന്ന് പറയുന്നത് നമുക്ക് കാണാൻ എന്തായാലും. അപ്പൊ अभी मैंने वहाँ पर काट के बनाया, अभी भी जिंदा है. अभी भी जिंदा है. ഓക്കെ. അപ്പൊ ആള് പറയുന്നത് ഇവിടെ വീഡിയോ പപ്പക്കായ ഞാൻ കണ്ടിട്ടില്ല. ഒരു പപ്പക്കായൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. നമ്മളവിടെ തായ്ലാന്റ് പപ്പ വേറെ വെച്ചിട്ടുണ്ട് അവിടെ. ആളെ ലണ്ടന്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇത് നമ്മളെ പറമ്പാട്ടാ. അതെ पपकाया ഉണ്ടായിക്കാണു. कितना पीस अभी पकड़ेगा? एक पीस पकड़ेगा बड़ा वाला. अभी 1 2 3 4 5 6 7 8 पीस. अच्छा है भाई. और उधर में 4 पीस. उधर में ഇവിടെ ഉണ്ടല്ലേ? ഇവിടെ 4 थोड़ा हाइट. ये क्या बोलेगा? ये मरम कौन सा? ये मरम उसको मालूम नहीं. ഈ മരത്തും ഒരു കായിണ്ട് ഞാൻ കാണിച്ചു തരാം. നമ്മള് ഇങ്ങോർക്ക് കുട്ടിക്കായ എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ കാണാനില്ലല്ലോ. ഇതർ നീച്ചേ ഹേ ബൈ നൈ. കുട്ടിക്കായ എന്ന് പറഞ്ഞിട്ടൊരു കായ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞൊരു ബദാം പോലത്തെ ഒരു സാധനം. അപ്പൊ ഇങ്ങോർക്ക് ഞാൻ പറഞ്ഞു നല്ല പ്രോട്ടീനുള്ള സാധനം കേട്ടോ. നമ്മള് പിസ്ത എന്നൊക്കെ പറഞ്ഞു വെച്ചാ പിസ്ത പോലത്തെ. ये भी पकड़ लेके जाओ भाई. नहीं चाहिए. ആൾക്ക് അതൊരു വലിയ ഇഷ്ടമില്ല. അപ്പൊ ഓക്കെ. ഇന്നലെ വന്നിട്ടുള്ള
പിയൂസ് ഭായി എന്ന് വിളിച്ചാൽ അപ്പൊ വലിയ കുഴപ്പമില്ലാത്തന്ന് മനസ്സിലായില്ലേ. അടിപൊളി कैश हाँ अंदर करो भाई अंदर करो अंदर करो अंदर करो ये फ्री में 1000 रुपया का फ्री में എന്തെങ്കിലും പൈസ മേടിച്ചിട്ട് കൊടുക്കാൻ നമുക്ക്. ഒരു ബീഗിള് ട്ടാ ബീഗിള് ഇതിന് 8 മാസമായി എന്നാ പറഞ്ഞതാ വീടിന് കിട്ടില്ല ആള് 8 മാസം പ്രായം എന്നാ പറഞ്ഞത്. നല്ല സാധനം കേട്ടോ നല്ല സ്ട്രോങ് സാധനം അടിപൊളി ബീഗിള്. അപ്പൊ പിയൂസ് ഭായി വന്ന സന്തോഷത്തില് ഫ്രീ അഡോപ്ഷൻ ട്ടാ 8 മാസം നമ്മള് ഫ്രീ അഡോപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫ്രീ അഡോപ്ഷനിൽ ഒരു 2000 രൂപ മേടിക്കും 1000-2000 അങ്ങനെയൊക്കെ മേടിക്കും. അടിപൊളി സാധനം കേട്ടോ ഒരു കുഴപ്പമൊന്നുമില്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബീഗിൾ മെയിൽ. ഓ അന്തർജാലേ ഭായി അന്തർജാലേ ഓക്കെ ഭായി ഹായ് ബോലോ. ആ ഓക്കെ ഓക്കെ. നമ്മുടെ വൈറ്റ് ഫീമെയിലിന്റെ ലാസ്റ്റ് മെയിൽ പപ്പീനാണ് കൊണ്ടുപോണേ. എവിടേക്കാ കൊണ്ടുപോണേ? പിറവ് അല്ലേ? പേര് പ്രവീൺ അല്ലേ? എന്താ ചെയ്യുന്നേ? ബിസിനസ് ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ. ആ ആ ഓക്കെ ഓക്കെ. പട്ടിക്കുട്ടിക്ക് വല്ല പേര് അങ്ങനെ വല്ല തീരുമാനിച്ചിട്ടുണ്ടാ? ആ അപ്പൊ ആ സുഹൃത്തിന് വേണ്ടിട്ടാണ് അല്ലേ? സുഹൃത്തിന്റെ പേരറിയോ? അഖിലല്ലേ? എവിടെയാ? പിറവ തന്നെയാ? ആ പിറവ തന്നെ. ഇതാരാ? ഫ്രണ്ടാണ്. ഫ്രണ്ടിന്റെ പേര് ദീപു. എന്താ ചെയ്യുന്നേ? ആ സെയിം തന്നെ ബിസിനസ് തന്നെ അല്ലേ? ആ അപ്പൊ അതെ ബ്ലൂ വൈസ് പപ്പീനാണ് കൊണ്ടുപോകണം കേട്ടാ. അപ്പൊ ഓക്കെ താങ്ക് യു. നമ്മുടെ ഹസ്കിയുടെ സിൽവർ ഫീമെയിലിനെ കൊണ്ടുപോകണം കേട്ടോ. എവിടെ സ്ഥലം പറഞ്ഞ? കാര്യാട്ടുകര. പേര് രേവതി. രേവതി എന്ത് ചെയ്യുന്നു? കാത്തലിക് സിറിയൻ ബാങ്കിൽ അല്ലേ? ഏത് ബ്രാഞ്ചാ? മുതുവറ ബ്രാഞ്ച്. ഇത് ഹസ്ബൻഡ്. ആ എന്താ പേര്? നന്ദകുമാർ അല്ലേ? പാലക്കാട് വീട്. ആ സംസാരം കേൾക്കുമ്പോ മനസ്സിലാവും പെട്ടെന്ന്. എന്ത് ചെയ്യുന്നേ? ബജാജില് അല്ലേ? ആ അപ്പൊ നമ്മുടെ ഓഫറൊക്കെ എടുത്തിട്ടുണ്ട്. രണ്ടുപേരും നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടല്ലേ? ആ ഓഫർ എടുക്കുക. അടിപൊളിയല്ലേ ഓഫർ? 5000 രൂപ ഡിസ്കൗണ്ട് കിട്ടിയില്ലേ? അല്ല കുറെ ആൾക്കാർക്ക് ഇത് സംശയം കാര്യങ്ങളൊക്കെ ഉണ്ട്. 5000 കൊടുക്കണ്ടോ വെറുതെ പറയണതാണോ? അപ്പൊ ഇത് കഴിഞ്ഞാൽ നമുക്ക് കടയിലേക്ക് പോവാം. പിന്നെ കടയിലും ഉണ്ട് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ ഇനി വേറെ ആൾക്കാർക്കും എല്ലാവർക്കും ഇതേപോലെ ഡിസ്കൗണ്ട് നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. ഡിസ്കൗണ്ട് കിട്ടിയതൊക്കെ പറഞ്ഞോളൂ. നമ്മുടെ പട്ടിക്കുട്ടിക്ക് വല്ല പേര് തീരുമാനിച്ചിട്ടുണ്ടാ? അച്ചു. ആ ഫീമെയില് അച്ചു. അടിപൊളി പേര്. ബ്ലൂ ഐസ് ട്ടാ. മെയിൽ പപ്പിനെ മേടിക്കാനാ വന്നത് അല്ലേ? ഇതിനെ കണ്ടപ്പോ ഇഷ്ടായി. ശരി അപ്പൊ ഓക്കെ. വേറെ വീട്ടിലെല്ലാവരുടെ അടുത്ത് അന്വേഷണം പറയാം. ഹാപ്പി ഓണം പറയാം. ഓക്കെ താങ്ക് യു. ഇത് അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ഒല്ലൂര് കൂടി വരുന്നു. എറണാകുളം വരുന്നു. നേരെ തൃശ്ശൂർ റൗണ്ട് കേട്ടോ. കടയിൽ നിന്ന് പട്ടിക്കുട്ടീനെ മേടിച്ച് വരണവർക്ക് ഓഫർ ഇവിടെയും ഓഫർ ഉണ്ട് കേട്ടോ. ഡിസ്കൗണ്ട് ഓഫർ കടയിലത്തെ നമ്മൾ ഡിസ്കൗണ്ട് ഓഫർ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കൂപ്പൺ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ കടയിലിവിടെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി പുതിയ കൂപ്പൺ എടുക്കാൻ പറ്റില്ല കേട്ടോ. പഴയ കൂപ്പൺ എടുത്തിട്ടുള്ള ആൾക്കാർക്കാണ്. വലിയ ബാഗുകളൊക്കെ ഉണ്ട്. ഓൺലൈനിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ അയച്ചു തരും കേട്ടോ. നമ്മൾ ഓൺലൈനിൽ നിങ്ങൾ പൈസ അയക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കേട്ടോ ഷിറ്റ്സുവിനൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിൽ ചെറിയ കൂടുകളിൽ ഫിറ്റ് ചെയ്യില്ല. അങ്ങനത്തെ വെള്ളം കുടിക്കാനുള്ളത് കേട്ടോ. മുഖത്ത് വെള്ളം വണ്ടിരിക്കാനുള്ളത്. പിന്നെ കേജസുകൾ എല്ലാം ഉണ്ട്. കനൈൻ ക്രീക്ക്, പെഡിഗിരി, ചാപ്പി. ഫ്ലോറുകൾ 3 അടി 2 അടി. പിന്നെ നമ്മുടെ പച്ച വാറിൻ്റെ അതൊന്നും നമ്മൾ ഡിസ്പ്ലേ ചെയ്യാറില്ല. അതുകൊണ്ട്
ഇത് സ്കൂപ്പർ ഇട്ടാ പട്ടിക്കുട്ടീനെ കൊണ്ട് നടക്കാൻ പോണ ആൾക്കാർക്കുള്ള സാധനങ്ങളാണിത്. വലിയ ഡോഗിനെ നടക്കാൻ പോകുമ്പോൾ സ്കൂപ്പർ വെച്ചെടുക്കുക. ഇതിൻ്റെ വലിയ ലെങ്ത്ത് കൂടിയതും ഉണ്ട് കേട്ടോ. 2 ടൈപ്പ് ഉണ്ട്. പിന്നെ അതേ കാർണിവലിൻ്റെ ചെറിയ പാക്കറ്റ് ഷാമ്പുകൾ, പൂച്ചയുടെ പിന്നെ ഗ്രേവീസൊക്കെ ഉണ്ട് കേട്ടോ. ഓയിൽ ക്യാൻ്റെ ചെറിയ പാക്കറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രീ അഡോപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ ഒരു 10 പേർക്ക് ഷെയർ ചെയ്തിട്ട് നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ, നമ്മുടെ ഇതിന് മുമ്പൊക്കെ കാണിക്കാറുണ്ട്, നമ്മുടെ 916 അവസാനിക്കുന്ന നമ്പർ ഉണ്ടല്ലോ, ഡിസ്ക്രിപ്ഷനിലുണ്ട് ഈ സ്ക്രീനിലുണ്ട്. അപ്പോൾ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ വിളിക്കുക കേട്ടോ. ഇത് വാട്സപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പ് ചെയ്താൽ മാത്രം വിളിക്കാൻ പാടുള്ളൂ കേട്ടോ, ഫ്രീ അഡോപ്ഷനുള്ളവർ. ഇതെന്താ വെച്ചാൽ നമ്മളിത് സ്റ്റാർട്ടിങ്ങിലൊന്നും പറഞ്ഞില്ലേ, വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർക്കാണ് ഇത്. അപ്പോൾ ഈ വീഡിയോ നമ്മളതിൻ്റെ ഇടയിൽ ഉള്ളത് കാരണം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫ്രീ അഡോപ്ഷനുള്ള ആൾക്കാരൊക്കെ വേഗം ഷെയർ ചെയ്തോ, എന്നിട്ട് മെസ്സേജ് നമ്മുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ, നമ്മളെ വിളിച്ചോ, ഏത് നമ്പറിൽ വേണമെങ്കിൽ വിളിക്കാം കേട്ടോ. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ അമർത്തോളോട്ടോ. മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്തോളോട്ടോ. പിന്നെ ഫ്രീ അഡോപ്ഷൻ വേണ്ട ആൾക്കാർ നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അയച്ചു കൊടുത്തോളട്ടോ. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഫ്രീ അഡോപ്ഷൻ 2 ഡോഗ് ഉണ്ട്. പിന്നെ നമ്മുടെ വാട്സപ്പിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ലൊരു ഹസ്കീനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 8 മാസമുള്ളൊരു ഹസ്കീനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് പറയാനുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച പുതിയ ഓഫർ കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. പിന്നെ നമ്മുടെ ഓഫറുകൾ, ഓണത്തിൻ്റെ ഓഫറിന് നമ്മൾ 5000 രൂപയുടെ കൂപ്പൺ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഈ മാസം നമുക്ക് നെക്സ്റ്റ് മാസമൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ കൂപ്പൺ എടുത്തിട്ടുള്ള ആൾക്കാർ ഇനി കൂപ്പൺ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഒക്കെ നിർത്തി നമ്മൾ ഇനി ഷെയർ ചെയ്തിട്ട് കൂപ്പൺ എടുക്കുന്ന പരിപാടിയൊക്കെ അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇനി ബാക്കി അടുത്ത ആഴ്ച പുതിയ വിശേഷങ്ങളും ഓഫറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ ലക്കി ഡ്രോ അല്ലെങ്കിൽ വീണ്ടും ഫ്രീ അഡോപ്ഷൻ ഇതൊക്കെ വേണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടിട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച കാണുന്നവരെ ഗുഡ് ബൈ.